ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ബാബു ജോസഫിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise the Lord for Pastor Babu Joseph who have accepted our invitation and is in our midst. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 36 വർഷങ്ങളോളം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കുടുംബമായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. He has been serving the Lord for the last 36 years in various parts of the country. ഈ ദിവസങ്ങളിൽ അനേക അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുവാനിടയായി. He has shared many of his experience these days. ഇതൊക്കെയും നമ്മെ ആത്മീയ വർധനവിനും കർത്താവിൽ വിശ്വസിക്കുന്നതിനും ഇന്നും നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും നമുക്കിടയായിക്കൊണ്ടിരിക്കുന്നല്ലോ. All this is helping us to increase in our faith, in our spiritual edification, and to know that we have a God who leads even today. ഈ രാത്രിയിലും നാം ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഇരുന്നാൽ നിശ്ചയമായി നമുക്ക് വേണ്ടിയ വചനം ദൈവം തന്റെ ദാസന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. Tonight, if we are in the presence of the Lord with a prepared heart, surely the Lord will give His word to us through the servant of God. പ്രിയ ബിനു ബ്രദർ അതേ ബെൻഡൂരയിൽ നിന്ന് കഴിഞ്ഞ ചില മീറ്റിംഗുകൾ നമ്മോടൊപ്പം അറ്റൻഡ് ചെയ്യുവാനിടയായി. Brother Binu has been attending a couple of meetings with us. He's from Bandura. അദ്ദേഹത്തിന്റെ സിസ്റ്റർ ബിനിയും പ്രിയ മകൾ ഐറിനും ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. ഈ മീറ്റിംഗിൽ വന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. His sister Bini and daughter Irene is here. We welcome you to this meeting. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. Let us be prayerfully in the presence of the Lord. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. Let's raise hands. തിരുടെ ശക്തിയോടെ ഹല്ലേലൂയ. Hallelujah. ആമേൻ. രാത്രിയിലും ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Again I praise the Lord that Almighty God has enabled me to be in your presence with the word of God. നിത്യതയുടെ വിത്ത് ചുമക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ, the seed of eternity, the servant of God who bears the seed of eternity, Pastor Roy Samuel. ദൈവ സഭയിലെ വിശ്വസ്തമായി കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവമക്കളെയും, all the children of God who are faithful in the church of God. പ്രത്യേകമായി എന്നെ സഹായിക്കുവാൻ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട സന്തോഷ് ഡോക്ടർ, മറ്റെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം അറിയിക്കുന്നു. To everyone, greetings to you in the name of our Lord and Savior Jesus Christ. ഈ സമയം വരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ശക്തിയോടെ വ്യാപരിച്ചു. Praise the Lord. Till this moment, the Holy Spirit has been powerfully working among us. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കർത്താവ് ഉള്ളതിനായിട്ട് കരമുയർത്തി ഒന്ന് സ്തോത്രം. Tonight the Lord is among us. We praise the Lord for that. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. The Holy Spirit is going to speak to us. So we praise the Lord. ദൈവവചനത്തിന്റെ സ്വാധീനം, ദൈവവചനത്തിന്റെ ശക്തിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. We praise the Lord for the influence and the power of the word of God. ആമേൻ. ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ചില അന്ധകാര ശക്തി ഇന്ന് രാത്രി ഓടി മറയാൻ പോകുകയാണ്. All the forces of darkness that is standing against the church of God are going to be running away tonight. ഇന്ന് രാത്രിയിലും വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. Tonight again the power of the word is going to work among us. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സഭ ആമേൻ സ്തോത്രം ഈ ദേശത്ത് ആമേൻ സുഗന്ധമാകാൻ പോകുകയാണ്. Tonight the church of God is going to become free in this country. ആമേൻ. കഴിഞ്ഞ ഓരോ സെക്ഷനുകളിലും പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. The Holy Spirit has been blessing this meeting on every section of this meeting. ആമേൻ. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളിലൂടെയുണ്ട്. Oh, what I am so extremely glad is that there's a group of people here, God's people who love the Lord. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ ഈ സഭയെക്കുറിച്ച് എനിക്കുണ്ട്. Hence I have a great expectation concerning this church. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ആമേൻ സ്തോത്രം ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. The Lord is going to do certain things inside the church. കർത്താവിനോട് പറഞ്ഞു ഈ സ്ഥലം ഒന്നും പോരാ എന്ന് പരിശുദ്ധാത്മാവ്. The Lord told me that this space will not be enough. കാരണം ഇടുക്കം ദൈവം മാറ്റാൻ പോവുകയാണ്. But the Lord is going to expand our territory. ഞെരുക്കം ദൈവം മാറ്റാൻ പോവുകയാണ്. All constraints the Lord is going to remove. ചില ഉപരോധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയാൻ പോവുകയാണ്. In the name of Jesus, all the obstacles are going to move away. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. Those who believe, let's praise the Lord. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വചനഭാഗത്തേക്ക് വേഗം വരാൻ ആഗ്രഹിക്കുന്നു. I want to take your attention to a scripture which the Holy Spirit told me. 1 തിമോഥെയോസിന്റെ ലേഖനം
അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. 1 Timothy chapter 1 verse 5. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആമേൻ. എല്ലാ ദൈവമക്കളും ആ വചനം ഒന്ന് എടുത്ത് നിങ്ങളുടെ 2 കണ്ണുകളും ഒന്ന് തുറിച്ച് ആ വാക്യത്തിലേക്ക് നോക്കണം. So we have everyone, please use your eyes to read that particular verse which you have read, 1 Timothy chapter 1 verse 5. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് വായിക്കാം. We're going to read it together. ആജ്ഞയുടെ The ഉദ്ദേശമോ aim of our charge ശുദ്ധഹൃദയം, love നല്ല issues from മനസ്സാക്ഷി, a pure heart and a good നിർവ്യാജ conscience, വിശ്വാസം sincere faith. എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. Praise the Lord. Hallelujah. ഇതിനകത്തു നിന്ന് ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത് ഞാൻ ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. നിർവ്യാജ വിശ്വാസം. I would like to highlight one phrase from there which the Holy Spirit has mentioned to me, and that's sincere faith. നിർവ്യാജ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. The evident signs of a sincere faith can be seen by us. എല്ലാവർക്കും വിശ്വാസമുണ്ട്, Everyone have faith, പക്ഷേ ഇതിൻ്റെ ഒരു പേരുണ്ട്, നിർവ്യാജ വിശ്വാസം. but there is an adjective here that it's a sincere faith. വ്യാജമായ പലതും ഇന്ന് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. We can see many duplicate, many counterfeit things in this world. സ്നേഹത്തിന് വ്യാജമുണ്ട്, Even love has counterfeit. ആരാധനയ്ക്ക് വ്യാജമുണ്ട്, Worship has counterfeit. പ്രാർത്ഥനയ്ക്ക് വ്യാജമുണ്ട്. Even prayer has counterfeit. ഒത്തിരി വ്യാജമുള്ള ഈ ലോകത്ത് വിശ്വാസം നിർവ്യാജമായിരിക്കണം. In this world where there is so many counterfeits, the faith should be pure and sincere. ബൈബിൾ പരിശോധിക്കുമ്പോൾ ആരാധനയിൽ വ്യാജമുണ്ട് എന്ന് ഉൽപ്പത്തി 4 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. We can read in Genesis chapter 4 that worship was offered without sincerity. ആരാധിക്കാനായിട്ട് 2 പേർ അവിടെ പോകുകയാണ്. We see that 2 people went to worship there. ഹാബേലും കയീനും. Abel and Cain. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. In Abel and in his sacrifice, God was pleased. കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. In Cain and in his sacrifice, God was not pleased. അപ്പൊ ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. When a person goes to worship, he needs to think something first. വ്യക്തിയിലാണ് ആദ്യം പ്രസാദിക്കുക. The Lord has to be pleased on the person first. ഹാബേലിലും In Abel അവന്റെ വഴിപാടിലും. and in his sacrifice. മനസ്സിലായവർക്കായി സ്തോത്രം. Praise the Lord for those who understood this. മനസ്സിലാക്കാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. I pray for those who have yet to understand this. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. In Abel and in his sacrifice, God was pleased. കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. In Cain and in his sacrifice, God was not pleased. വ്യക്തിയിലുള്ള പ്രസാദമാണ് സ്തോത്രം പിന്നത്തേതിൽ ആരാധനയിൽ മാറുന്നത്. It is the pleasure of God on a person that extends to the worship. അപ്പൊ ആദ്യത്തെ ആരാധനയിൽ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചപ്പോൾ കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. In the first worshipper, in Abel and in his worship, God was pleased. But God did not pleased with Cain or his worship. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയുന്നു, ആരാധനയിൽ അന്നേ വ്യാജമുണ്ട്. So even right from there was counterfeit worship. പിന്നെന്താ, ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യാജം അന്നേ തുടങ്ങിയതാണ്. Even from then, the counterfeits have began from there itself. പക്ഷേ സ്തോത്രം, ഒരു കാര്യം സത്യമാണ്, നിർവ്യാജമായ സ്തോത്രം ആരാധനയുണ്ട്. But this is a real fact that there is a pure and sincere worship. നമ്പർ 2, പ്രാർത്ഥനയിൽ വ്യാജമുണ്ട്. Even in prayer there can be adulteration. 2 പരീശന്മാർ പ്രാർത്ഥിക്കാൻ പോയി. We can see that 2 Pharisees went to pray. ഒരുവൻ സ്വയമായിട്ട് നീതീകരിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിച്ചു. There was one person who justified himself and prayed. മറ്റൊരുവൻ അനുതപിച്ചു പ്രാർത്ഥിച്ചു. Another person,
he confessed with a contrite heart, with an atoned heart, he prayed. ഒരുവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു, The Lord honored the prayer of one person. മറ്റൊരുവന്റെ പ്രാർത്ഥന ദൈവം നിരസിച്ചു. The other fellow's prayer was rejected by God. അപ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്കകത്തും യാചമുണ്ട്. Even in prayer, there is insincerity. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചൊക്കെ ഇറങ്ങി പോകുമ്പോൾ പ്രസാദിക്കുന്ന പ്രയറുണ്ട്, പ്രസാദിക്കുന്ന ആരാധനയുണ്ട്, അല്ലാത്തതുമുണ്ട്. All people of God may understand that when we worship and go out, there is a worship in which God may be pleased, and there is another worship in which God may not be pleased. അഭിനയം ലെവലേഷം പോലും നടക്കാത്ത ഒരു മേഖലയാണ് ആമേൻ ആത്മീയ ജീവിതത്തിലുള്ളത്. In spiritual life, we cannot act even for a moment in spiritual life. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, നമ്മുടെ ആരാധന നിർവ്യാജമായിരിക്കണം. So hence, lovingly, I want to tell you that our worship must be sincere. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്ത നിർവ്യാജ വിശ്വാസം എന്നുള്ളതാണ്. So our thought for today is a sincere faith. നിങ്ങളുടെയും എൻ്റെയും അകത്ത് വിശ്വാസം നിർവ്യാജമാണെന്ന് തെളിയിക്കാനുള്ള 5 പ്രത്യക്ഷ ലക്ഷണം ഞാൻ പറയാൻ പോവുകയാണ്. I'm going to tell you 5 evident signs of how to prove that your faith is true. അപ്പൊ നിങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ട്, പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇല്ലയോ എന്ന് ഇപ്പൊ തീരുമാനിക്കും. So we all have faith, and now you have to decide whether your faith is counterfeit or true. ശരിയായ വിശ്വാസത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് 1, അത് പകരും. So the first evidence of a sincere faith is that you will be able to share this faith. അപ്പൊ നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇത് പകർന്നെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? So are you confirmed that from you this faith is getting transferred to another person? ചിലരൊക്കെ മോഹം ഇങ്ങനെ വല്ലാതിരിക്കുകയാണ്, Some people are looking very somber. പെട്ടെന്നൊരു ഡിമ്മായതുപോലെ. All of a sudden, are you gone dim? നിർവ്യാജ വിശ്വാസമാണ് എങ്കിൽ ഇത് വേറൊരു വ്യക്തിയിലേക്ക് നീ അറിയാതെ പകരും. So if this is a sincere faith, even without your knowledge, it will be transferred on to another person. 42 കൊല്ലമായിട്ട് പകർന്നിട്ടില്ല. If for last 42 years, if it has not transferred, അതിന്റെ അർത്ഥം ഡ്യൂപ്ലിക്കേറ്റാ. that means it is not original. അപ്പൊ വിശ്വാസം കൃത്യമാണെങ്കിൽ അത് പകരും. If the faith is true, then it will just naturally transfer over to another person. ഓ എന്റെ ഭാഷ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ വചനത്തിൽ തെളിവുണ്ട്, ഉണ്ട്. I have evidence for that in the word of God. 2 തിമോത്തിയോസ് 1:5. 2 Timothy chapter 1 verse 5. 2 തിമോത്തിയോസ് 1:5. Chapter 1 verse 5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും കണ്ടോ, ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു. നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് നിന്നിലുമുണ്ടെന്ന് ഞാനിപ്പോ എന്തിരിക്കുക, ഒരാമീൻ പറഞ്ഞില്ലല്ലോ. Amen. This sincere faith, a faith that dwelt first in your grandmother Lois and your mother Eunice, and now I am sure dwells in you as well. ഇത് ആമീൻ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ തലമുറയിലേക്ക് പകരുന്നതാണ്. From the parents, from the father, from the mother, it even transfers to the offspring. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വിശ്വാസം പകരപ്പെടട്ടെ. If so, the Holy Spirit tells that this faith must be transferred from one person to another. മക്കൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് കൊടുത്തില്ലെങ്കിലും, ആമീൻ തോട്ടം മേടിച്ചു കൊടുത്തില്ലെങ്കിലും, Even if you don't have a bank deposit, even if you have not bought an estate for your children, മരിക്കാൻ നേരം ഈ വിശ്വാസം കൊടുത്തേച്ച് വേണം മരിക്കാൻ. when you are dying, you must impart this faith upon them and die. നിങ്ങളുടെ തലമുറയ്ക്ക് കൈമാറാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആമേൻ, സ്തോത്രം. ഡിപ്പോസിറ്റ് വേണ്ട, പക്ഷേ നിങ്ങളെടുത്ത ഈ പുസ്തകം, ഈ വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. What do you have with you to Hallelujah. leave as an inheritance for your children? You need not have a big bank deposit, but you must have a faith to be given as an inheritance. നിർമ്മലമായ വിശ്വാസമാണെങ്കിൽ If ഇത് it is പകരും. ആമേൻ, സ്തോത്രം. If ഹല്ലേലൂയ. it is a pure faith, you will be able to impart it to another person.
നയമാന്റെ ഭവനത്തിൽ ഒരു പെൺകുട്ടി വന്നു. In Naaman's family, there was a girl, young girl. ഒരു വീട്ടു ജോലിക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ അകത്ത് നിന്നൊരു വിശ്വാസം ആ കുടുംബത്തിലേക്ക് പകരാനിടയായി. A handmaid who had come to just to work as a domestic laborer. From that girl, this faith was transferred into that family. നമ്മുടെയൊക്കെ വീടുകളിൽ വീട്ടുപണിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, ആമേൻ സ്തോത്രം, അവർക്ക് വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കാറില്ല. The people who come to do housework in our home, we may not be giving them any value. എന്നാൽ ആമേൻ ആമേൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഈ ബൈബിൾ പറയുന്നത്. നയമാന്റെ ഭവനത്തിൽ ആ വിശ്വാസം പകർന്നു. But about such a young girl, this Bible tells that she was able to share that faith in Naaman's house. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ ജോലി സ്ഥലത്തും നമ്മളായിരിക്കുന്ന അതേ പ്രത്യേക സ്ഥാനങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ ഈ വിശ്വാസം പകരണം. So we must share this faith in our workplaces, in our universities, in all places where we are engaged. പണ്ട് ഞാൻ പെരുമ്പാവൂർ ടൗണിൽ സ്തോത്രം ടൗണിനടുത്തൊരു സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Once I was a minister in a church close to Perumbavoor town. അപ്പൊ എന്റെ ചർച്ചിൽ ദീർഘവർഷങ്ങളായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രദർ ഉണ്ട്, ബേബി എന്ന പേര്. There was a brother named Baby who was having a workshop in that town. ഇന്നിവിടെ പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അടുത്ത ഒരു വ്യക്തിയാണ് പ്രിയ ബിനു. ഇവിടെ ഇരിപ്പുണ്ട്. ബിനി സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Binu and Bini are they very dear to me, and I praise God that they are here. അവരുടെ ഒരു കടയുണ്ട് പെരുമ്പാവൂർ, അതിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. And they have a shop there, and I am talking about a workshop which is very close to their shop. ഇപ്പൊ ആ വർക്ക്ഷോപ്പൊക്കെ അത് പൂട്ടിക്കളഞ്ഞു. അദ്ദേഹം ഒരു പാസ്റ്ററായി. Now that workshop is closed, he is now a pastor. അപ്പം ഇദ്ദേഹം ഒരിക്കൽ ആരാധനയിൽ ചർച്ചിൽ ഞങ്ങളോടൊപ്പം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു പറഞ്ഞ് ചർച്ചിൽ ഒരാൾ വന്നു. So once when he was attending worship with us, as another person came to the church in search of this man. ചർച്ചിൽ വന്നപ്പം ചോദിച്ചത് ബേബി കൂടുന്ന പള്ളിയാണോ. So when he came inside the church, he asked this question: is this the place where baby comes to worship? അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു അതെ. I told him yes. അപ്പൊ ബ്രദറെ എന്താ ഇപ്പൊ വരാൻ കാരണം? Why have you come today? അയ്യോ പുള്ളി കൂടുന്ന ഈ പള്ളിയിൽ ഒന്ന് വന്ന് ആരാധിക്കണമെന്നുണ്ട്. I felt like coming and worshiping in this church where he worships. 22 വർഷമായിട്ട് ഈ മനുഷ്യൻ നടത്തുന്ന വർക്ക്ഷോപ്പിൽ ഞാൻ വരാറുണ്ട്. I've been a client in his workshop for the last 22 years. അവന്റെ ജീവിതം എന്നെ സ്വാധീനിച്ചു. His life has influenced me. അവന്റെ വിശ്വാസം എന്നെ സ്വാധീനിച്ചു. His faith has influenced me. എനിക്ക് അവന്റെ കൂടെ ഇരുന്ന് I ആരാധിക്കണം. want to sit together with him and worship God once. സത്യത്തിൽ ഞാൻ അങ്ങ് കരഞ്ഞുപോയി. Truly, I wept that day. ഈ ബേബിയെ കണ്ട അങ്ങനെ ആരും വരും, കാരണം ബേബിയുടെ സ്വഭാവം അങ്ങനെയാണ്. This baby was like that. He had such a wonderful attitude. ബേബി ഒരു പ്രൈസ് ദി ലോർഡ് കൊടുത്താൽ വിശ്വാസം പകരും. Oh, if the baby says one praise the Lord, he will be able to share faith. Faith സത്യമായി ഞാൻ emanates. പറയുകയാണ്, പുള്ളി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ When we meet him, he will നമ്മുടെ say ആൾക്കാർ praise the Lord. ദേഷ്യപ്പെട്ടാ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി വന്നല്ലോ എന്ന് പറഞ്ഞാൽ കൊടുക്കും. അങ്ങനല്ല, ആ പ്രൈസ് ദി ലോർഡിനകത്തൊരു സ്വാധീനമുണ്ട്. And there was an influence in that praise the Lord. എന്നോട് ഒരിക്കലും ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ കൂടെ ചെല്ലുമായിരുന്നു പ്രാർത്ഥിക്കാൻ. I used to go to a home again and again to pray. അങ്ങനെ ചെന്നപ്പം അവിടുത്തെ അച്ചായൻ പറയുകയാണ്, ഈ കൂടെ ഇങ്ങനെ വരരുത്, അങ്ങോട്ട് വരാൻ തോന്നുക. That uncle there told me that don't come too frequently here. We feel like coming to your church. ഞാൻ അറിയാതെ ചിരിച്ചു പോയി. I laughed. ആ പുള്ളി ഗൗരവമായിട്ട് ചോദിക്കുക, എന്നാ അങ്ങനെ ചിരിച്ചു തന്നെ? Why did you? വരുമ്പോ അത് എന്നാ Why did തോന്നി? you smile? ഞാൻ പറയാം, അങ്ങോട്ട് വരാൻ അങ്ങ് തോന്നുക. I am feeling like coming and joining with you. പാസ്റ്റർ ഇങ്ങനെ പിന്നെ ഞാൻ അന്ന് നല്ല വെളുപ്പായി, ഇന്നിപ്പോ ഇരുണ്ടു പോയി. I used to be very fair. സ്തോത്രം ഈ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ കുറച്ച് നമ്മുടെ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോയി, കാരണം ഈ തിരുവനന്തപുരത്തിന്റെ കാറ്റ് അങ്ങനെ. The wind in Trivandrum has made Pastor dark. തിരുവനന്തപുരംകാരെങ്കിലും ഉണ്ടെ എന്നെ ഇനിയിപ്പോ വെച്ചേക്കല്ല. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നല്ല കളറൊക്കെ, അപ്പൊ നന്നായിട്ട് ചിരിച്ചൊക്കെ ഞാൻ അങ്ങ് ചെല്ലും, പ്രൈസ്തോടൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥി. So I ഇതെല്ലാം used, കഴിയുമ്പോൾ അവർ പറയാ, പാസ്റ്റർ അടുക്കലോട്ട് വരണമെന്ന് തോന്നുക.
I used to go there, I used to smile at them, I used to sing and praise and worship there and pray for them. And they will say, we feel like coming and joining with you. ചിരി കണ്ടുകൊണ്ടും വെളുപ്പ് കണ്ടുകൊണ്ടും വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. I'm not telling you that people look at the smile and your fairness. പണ്ട് ചിരി കണ്ടുകൊണ്ട് കെ എബ്രാമിന്റെ കാലത്ത് സാറിന്റെ ചിരി കണ്ടുകൊണ്ട് ഒരാൾ വിശ്വാസി വന്നു. So there was one man who came having looked at the smile of Pastor K. Abraham and came to the faith. വേറൊരു ദിവസം സാറ് ചിരിക്കാതെ നിന്നപ്പോൾ പുള്ളി വിശ്വാസത്തിൽ പോയി. And another day when the pastor was not smiling, he left the faith. അപ്പൊ ഇതൊന്നും അല്ല വിഷയം. നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിർവ്യാജമായിരിക്കണം. There ഹല്ലേലൂയ. is a faith that is within us which should be faultless, it should be sincere. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒരു വീട് രക്ഷപ്പെടാൻ നിന്റെ പ്രാർത്ഥന മതി. Truly speaking, a sincere prayer is enough to save a family. കൂടെ കൂടെ നീ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിനകത്ത് നിന്റെ അകത്തുള്ള വിശ്വാസം അതിനകത്ത് പകരാൻ ആമേ തമ്പുരാന് പ്രസാദമായി തീരും. The place where you go again and again to pray, if you have a sincere faith there, the Lord will transfer it to that family there. കേരളക്കരയിൽ നിന്ന് പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിച്ചത് ഒരു കാലത്ത് നിർവ്യാജ വിശ്വാസത്തോട് ഇറങ്ങിയ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ പിന്തുണമുറകൾ കർത്താവിനെ അറിഞ്ഞത്. It was because of the parents who came with a sincere faith. Because of that in Kerala, the children came to know the Lord. ചെങ്ങന്നൂരിനടുത്ത് ഒരു മാതാവ് വിശ്വാസം സ്വീകരിപ്പാനിടയായി ആമേൻ പണ്ട് കാലത്ത് വിശ്വാസത്തിലോട്ട് വന്നു. So many years ago, a mother near Chenganur came to the faith. അപ്പോൾ ഒരു കൺവെൻഷനിൽ വെച്ച് യേശുവിനെ സ്വീകരിച്ചു ഈ അമ്മച്ചി. This Amachi received the Lord in a convention meeting. അത് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് ചെന്ന് വിവരം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. After that, when she went home, the people came to know about it. വീട്ടിലെ ഈ ആമേ മാതാവിന്റെ അല്ലെങ്കിൽ ഭർത്താവ് അവിടുത്തെ അച്ചായൻ വളരെ ഗൗരവമായി ഈ വിവരം അറിഞ്ഞു, ഇടപെട്ടു, ഒരുപാട് വഴക്ക് പറഞ്ഞു, തല്ലി. And the husband of this Amachi, he came to know about her faith, newfound faith, and he was very upset. He rebuked her. He even beat her up. നീ വിശ്വാസം മാർഗം സ്വീകരിച്ചു, ഈ പിന്നെ മാർഗക്കാരുടെ കൂടെ കൂടിയത് കൊണ്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. Now, since you have joined with this group, you should get out of my house. അങ്ങനെ വളരെ ഉപദ്രവിച്ച് വളരെയധികം വേദനിപ്പിച്ച ഈ മാതാവിനെ സന്ധ്യാവേളയിൽ ഇറക്കി വിട്ടു. This mother was tormented. He was very violent towards her, and he sent her out of the home in the night. ഇറങ്ങിപ്പോയി അമ്മച്ചി ഉണ്ടല്ലോ തൊട്ട് സമീപയുള്ള ഒരു പെന്തക്കോസ്തുകാരനായ അച്ഛന്റെ വീട്ടിലോട്ട് ചെന്നു. And this Amachi went to another Pentecostal brother's home. അച്ഛാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. Acha, this is what has happened at our home. സാരയില്ല, ആമേൻ, നമുക്ക് മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. Do not worry, let us kneel down and pray. അന്നത്തെ പെന്തക്കോസ്തുകാരൊക്കെ അങ്ങനെ ആയിരുന്നു. That is how the Pentecostals were at that അവർ time. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And they prayed up together before the Lord. പ്രാർത്ഥിച്ചു, വളരെ ശക്തമായി പ്രാർത്ഥിച്ചു, ചാന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ വിശ്വാസം ആമി ഈ പ്രിയപ്പെട്ടവനിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ കുടുംബം ഒരുമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് അല്പസമയം കഴിഞ്ഞ് പറഞ്ഞു, ആമീൻ, ഏതായാലും അമ്മച്ചി മടങ്ങി വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. So they very sincerely prayed in tears for that husband, and they prayed, Lord, give him this faith. And then after that they said, you go back to your home. അമ്മച്ചി പറഞ്ഞു, ഞാൻ ചെന്ന എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു പറഞ്ഞു. And Amachi said, if I go back, he will beat me up again. ഇല്ല, ഉപദ്രവിക്കത്തില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ വിശ്വാസത്തിലേക്ക് പ്രിയ അച്ചായനും വരുമെന്ന് പറഞ്ഞു. No, he won't beat you up. Now you just go. We have prayed. He will come to this faith. അല്പസമയം കഴിഞ്ഞ് ഈ അമ്മച്ചി ആമീൻ വീട്ടിലോട്ട് ചെല്ലുവാനായിട്ട് ആമീൻ അത് താല്പര്യം കാണിച്ചു. After some time, she decided to go home. കാരണം അച്ചായന് കുളിക്കേണ്ട സമയമായി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളൊക്കെ നമ്മുടെ നാട്ടു പ്രദേശങ്ങൾ അറിയാമല്ലോ, മുറ്റത്തൊരു അടുപ്പ് കത്തിച്ച് അമ്മച്ചി ചൂട്ടൊക്കെ കത്തിച്ച് ചൂടുവെള്ളം അനത്തി അച്ചാന് കൊടുക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. So it was time to take bath, and they used to boil water outside the home. They had to put wood and then they burn it and used to boil water for this uncle to take bath. അപ്പച്ചൻ അടിച്ച കാര്യമൊന്നും ഓർത്തില്ല. ആമീൻ, വളരെ ആമീൻ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ ആമീൻ വീട്ടുകാർ പ്രാർത്ഥിച്ചു വിട്ടു. ചെന്ന് വെള്ളം അനത്തി കൊടുക്കാൻ പറഞ്ഞു. ചെന്ന് ആമീൻ വീട്ടത്തിൽ ചെന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ അങ്ങ് വന്നോട്ടേയും ചോദിച്ചു. So she did not bother that she was beaten up, even though she had pain in her body. She just decided to go back and went there and said, shall I come back home? നീ എൻ്റെ വീട്ടിൽ കയറുന്നു പറഞ്ഞു.
You don't come inside my home. അല്ല അച്ഛൻ അങ്ങനല്ല, എല്ലാ ദിവസവും ഞാൻ ചൂടുവെള്ളം അനത്തി തരാറുണ്ടല്ലോ, കുളിക്കേണ്ട സമയമായല്ലോ, വെള്ളം അനത്തി തരട്ടെ. No, it's okay. Every evening I do boil water for you, and it's a time to boil water for you. Can I just do that for you? വെല്ലവും കാണിക്കാൻ പറഞ്ഞു. നമ്മുടെ കാരണവന്മാരുടെ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞു, വെല്ലവും കാണിക്കാൻ പറഞ്ഞു. So you can do whatever you want to do. ഡോക്ടർ മനസ്സിലായില്ലോ വാക്ക്, വെല്ലവും കാണിക്കാൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു ഭാഷയാണ്, എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. Whatever you want to do, you do it. അപ്പോ അച്ഛൻ ഒരു ചമ്മലോടെ അകത്തോട്ട് കയറി. He just went in. The husband just went inside the ഈ home. വെള്ളമൊക്കെ അനത്തി He just boiled the water. ഒരു സ്വോത്രമൊക്കെ പറഞ്ഞു. He prayed, praised the Lord over that. കരഞ്ഞുകൊണ്ട് അമ്മച്ചി സ്വോത്രം പറഞ്ഞു. In tears, she thanked the Lord for the water. ഇത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി വെച്ചു. അതായത് അന്ന് നമ്മുടെ ഇന്നത്തെ സംവിധാനം ഒന്നും ഇല്ല, നിങ്ങൾ ചിന്തിക്കരുത്, വേറെ സംവിധാനമൊക്കെയാ. വെള്ളം കൊണ്ടുപോയി വെച്ചു. And she took that water and took it to the bathroom. അച്ഛൻ വന്ന് കുളിച്ചാട്ടെ. And she said, please come and take bath. അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പം പൊട്ടിക്കരഞ്ഞു. And while he took bath, he cried, he wept loud. പൊട്ടിക്കരഞ്ഞു. Oh, he പൊട്ടിക്കരഞ്ഞുകൊണ്ട് wept. ഈ അച്ഛൻ ഇറങ്ങി വന്നിച്ച് പറഞ്ഞു, സാറാമ്മേ, അടുത്ത ആഴ്ച ഞാൻ നിന്റെ കൂടെ വരിക. And after weeping aloud, he came out and said, Sarama, I'm going to join you next week. നിർവ്യാജ വിശ്വാസത്തിന്റെ ലക്ഷണം അതാണ്, അത് പകരപ്പെടുന്നതാണ്. A sign of a sincere faith is that it will be poured out to another person. എന്താ ഇപ്പൊ പകരാത്ത? Why it is not being poured out? ഇന്നിപ്പോ ഇറക്കി വിടുമ്പോ ഈ പോകുന്ന സിസ്റ്റർ എങ്ങോട്ടാ പോകുന്നത് കഴിഞ്ഞാൽ വക്കീലിനെ കാണാനാ പോകുന്നത്. Nowadays, if somebody is sent out like that, the sister will immediately go to the advocate. ഉടനെ ഫോൺ ചെയ്യും, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഏത് വക്കീലാ വേണ്ടിയെന്ന്. So immediately she'll call up someone and they will tell, okay, which advocate do you want? ഇപ്പൊ വിളിച്ച കക്ഷിയും വലിയ പിടിക്കുക. അവള് പറയും മറ്റു 2 വക്കീലുണ്ടായാലും ഏത് ഇന്ന വക്കീലെടുത്ത് പോയാലേ കാര്യം നടക്കുള്ളൂ. So to the person whom she calls, the fellow will say that, okay, we have 2 advocates, this is the smartest guy. പെന്തക്കോസ്തിന്റെ ശക്തി ഇരിക്കുന്നത് പ്രാർത്ഥനയാണ്. The power of the Pentecost is in prayer. ഇന്നത്തെ കാലത്ത് ഈ പ്രസംഗമൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് കളിയാക്കും. Nowadays, if we preach like this, our kids may mock us. കളിയാക്കിയാലും വേണ്ടില്ല, കാര്യം പറഞ്ഞു പോകുന്നു. Oh, even if they mock us, it's all right. We will share the truth. നമ്മുടെ വിശ്വാസം നിർവ്യാജമായിരിക്കണം. Our faith ought to be sincere. നീ പ്രാർത്ഥിച്ച് ചൂടുവെള്ളം അനത്തിക്കൊണ്ട് കൊടുത്താൽ അതിനകത്തൂടെ വിശ്വാസം പകരുമെന്ന് പറഞ്ഞാൽ അതിന് ആമീൻ പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ ആമീൻ പറയണം. Hallelujah. If she had the faith to that, when she boils that water and praise the Lord over it, faith will be straight through that. If she could say amen, we should be able to say amen to that. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ദേശത്ത് ഇത് പകരാൻ സമയമായി. Oh, this very evening, the last evening of this fasting, the Holy Spirit says that it is time for the faith to be imparted in this nation. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വിശ്വാസം പകരുന്ന വിശ്വാസമാണ്. This is a sincere faith. This has to be poured out to others. ഈ വിശ്വാസം പകരപ്പെടുന്ന വിശ്വാസമാണ്. This is a faith that can be poured out to others. വിശ്വാസം പകരപ്പെടുന്നതാണ്. അത് സംഭവിക്കട്ടെ. In the name of Jesus. Praise the Lord. അപ്പോ നിർവ്യാജ വിശ്വാസത്തിന്റെ ലക്ഷണമാണ് ഒന്ന്, ഇത് പകരുന്നതാണ്. Sincere faith, the sign of sincere faith is that it will be poured out, it can be imparted. ഗുജറാത്തിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ബ്രദർ ഏലിയാസ്. Brother Elias is a friend of mine in Gujarat. ഞാൻ ഗുജറാത്തിൽ ഒരു 15 ദിവസം മീറ്റിംഗിന് വേണ്ടി ചെന്നു. ഗുജറാത്തിലെ ഒരു സഭയില് I went to his church for a 15-day meeting. അപ്പൊ ഏലിയാസിന് വലിയ സുവിശേഷാത്മാവുള്ള മനുഷ്യനാണ്. So Elias was a man with an evangelistic spirit. പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഗവൺമെന്റ് സ്റ്റാഫ്, നല്ലൊരു സ്ഥാപനത്തിൽ ജോലിയുള്ള മനുഷ്യനാണ്. He was a government officer. അദ്ദേഹം ലീവ് എടുത്തേച്ച് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു 4-5 വീടുകളിൽ സുവിശേഷം പറയണം. And he took leave and said, Pastor, I must share the gospel in at least 4 to 5 homes. അപ്പം നാട്ടിൽ നിന്ന് പാസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങ് ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. So I've already told them that a pastor has come from Kerala and we're going to come there. പുള്ളി എന്നോട് പറയുകയാണെ, നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ അവർ നമ്മുടെ സഭയിൽ വരും. And as soon as we go and pray for them, they're going to come and join our church. അത് വിശ്വാസമാണ്. That was his faith.
ഞാൻ ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. And I said, where? അതൊരു ഡോക്ടറാണ്, ഡോക്ടർക്ക് നല്ല തിരക്കുള്ള ആളാണ്, പക്ഷെ ഞാൻ ചീട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ എന്നോട് പറയാം. It's a doctor. He's very busy. I've taken an appointment to see him. ഡോക്ടർക്ക് ഈ കാര്യം മനസ്സിലാവും ഞാൻ പറയുന്നത്. തിരക്കുള്ള ആളാന്ന് പറഞ്ഞു. He's a very busy doctor, hence I've taken an appointment. അപ്പൊ വീട്ടിൽ ചെന്നാലും സമയമില്ല, പിന്നെ ഹോസ്പിറ്റലിൽ വന്നാലും സമയമില്ല. So if I go to home, he doesn't have time. If you go to hospital, he doesn't have അപ്പൊ time. ഏലിയാസ് ഒരു തീരുമാനം എടുത്തു, സുവിശേഷം പറഞ്ഞിട്ടേ ഉള്ളൂ. So Elias decided, I want to preach the gospel to him, definitely. എനിക്ക് അതൊന്ന് അന്ന് 300 രൂപയാ 2 പേർക്ക് ചീട്ടെടുത്തു. So he took appointment for 2 people, 150 and 150, 300 rupees. ഞാൻ ചോദിച്ചു, അപ്പൊ ഡോക്ടർ നമ്മൾ ചോദിച്ചാൽ എന്തോ അസുഖം ചോദിച്ചാൽ എന്തോ അത് ചെറിയൊരു തുമ്മലും ഒക്കെ ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. If the doctor says, what's your disease? Say, I got some sneezing or something. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. Oh, I can't say like that. അല്ല എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. Just have to act some weakness. ഏതായാലും ഞങ്ങൾ അവിടെ ചെന്ന് കേട്ടോ. Anyway, we reached there. ചെന്നപ്പം ഞാൻ നോക്കിയപ്പോൾ നിറച്ച ആളാ. So a lot of people are waiting there. അപ്പൊ ഞാൻ ആകപ്പാടെ എനിക്കും പേടിയായി, ഇപ്പൊ ഡോക്ടർ എന്ത് പറയുന്നായി. So I was really afraid of the situation. ഏതായാലും ധൈര്യം കാണിച്ചു. ഇദ്ദേഹം ഭയങ്കര ധൈര്യശാലിയാണ്. ബാബാ എന്ന് പറഞ്ഞ് കയറ്റി എന്നെ കൊണ്ടുപോയി ഈ കൊച്ചു പിള്ളേരെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. He was very confident, and he just like taking a kid to hospital. We both went inside. എനിക്ക് ഏതാണ്ടെല്ലാം ഒരു വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാനും ധൈര്യപ്പെട്ടു. And I also gained some courage. ഡോക്ടർ വിളിച്ചോണ്ട് അകത്തോട്ട് എന്ന് പറയാ, ഡോക്ടറെ അത് ഡോക്ടറെ ഒന്ന് കാണാൻ, എല്ലാവരും കാണാനാ വരുന്നതെന്ന് പറഞ്ഞു. So as soon as he called in, he said, Doctor, we have come to meet you. ഈ തത്രപ്പാട് കാരണം ചോദിച്ചു, എന്താ വിഷയം എന്താന്ന് ചോദിച്ചാൽ. So what is the issue? അപ്പൊ എനിക്ക് അതിലും തത്രപ്പാടായി. It became a big- അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അത് തോന്നരുത്, ഞാൻ വിശേഷകനാണ്, അദ്ദേഹം ബ്രദർ ഏലിയാസ്. ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എപ്പോഴും തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തേ ഉള്ളൂ. So don't feel anything else. Evangelist, we are not sick, but because you're always busy, we took an appointment and a paid appointment and have come to see you. അപ്പൊ ആ സാറ് പറയുകയാണെ, He told, പാസ്റ്ററാണോ? are you a pastor? അയ്യോ, എത്ര മിനിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അനുവദിക്കാം. I'm going to give you however minutes you want, you can take. ഞാൻ കുറച്ച് നാളായി നിങ്ങളെപ്പോലുള്ള ആളുകളെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. For a long time, I've been wishing to see somebody like you. പ്ലീസ് Hallelujah! ആ റൂം ക്ലോസ് ചെയ്തു. And the room was closed. അവിടെ താൻ ഇങ്ങനെ പറഞ്ഞു, അർജന്റായിട്ട് 10 മിനിറ്റ് ഞാനിവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ. So he told everyone that for 10 minutes, this place is closed, you all wait for. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? Oh, can you see the work of God? ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. So we preached from the word of God and we prayed for the doctor. ഡോക്ടർ വലിയ പ്രതികൂലത്തിലൂടെ യാത്ര ചെയ്യും. And the doctor was going through a big persecution. വീട്ടിൽ ചെന്നാൽ തിരക്ക്, ഹോസ്പിറ്റലിൽ വന്നാൽ തിരക്ക്. He was very busy at home, he was very busy at work. താൻ വലിയ മാനസികമായിട്ട് തകർന്നു പോയി. He was really broken in his spirit. എന്നാൽ യേശു തന്നെ അന്ന് സൗഖ്യമാക്കി. The Lord Jesus healed him that evening. തന്നോട് ദൈവാത്മാവ് ദൂതുകൾ പറയാൻ തുടങ്ങി. And the Holy Spirit gave him counsel. താൻ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങി. And he got up from his seat and he started weeping. എന്നോട് ടെലിഫോൺ നമ്പർ ചോദിച്ചു. He asked my number, telephone number. നീ ഇത്ര ടൈം കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. So he said, it's already so much of time is gone, people outside are waiting, I will come to your home. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ഞായറാഴ്ചയുള്ള ആരാധനയിൽ സാർ വരണമെന്ന് പറഞ്ഞു. So he told them that he should come for the Sunday worship. അപ്പോൾ പാസ്റ്റർ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. Will pastor be there? Yes, pastor will be there. അങ്ങനെ ആ ദൈവമനുഷ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടർ വന്നു, അന്ന് താൻ യേശുവിനെ സ്വീകരിച്ചു. And the doctor came to the church and that day he received Jesus Christ. അതാണ് ഈ വിശ്വാസം പകരുന്നതാണ്. That is how we impart the faith upon another person. ഏതെങ്കിലുമൊക്കെ നിലകളിലൂടെ നമുക്ക് ആളുകളെ നേടാൻ കഴിയും. അതുകൊണ്ട് സാഹചര്യങ്ങൾ കിട്ടുമോ എന്ന് നോക്കണ്ട, നീ സാഹചര്യം സൃഷ്ടിക്കണം. Whenever we have an opportunity, we must use this. If we don't have an opportunity, you must create it. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ സഭയ്ക്കകത്ത് പിന്നെ ഇരിക്കാൻ If we are willing to work like this, we will have so many people that there won't be enough space here. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ വിശ്വാസം നിർവ്യാജമായിരിക്കണം. This evening the Holy Spirit says that our faith must be sincere. ഞാൻ വേഗത്തിൽ പോകുകയാണ്. നിർവ്യാജ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണം നമ്പർ 1, അത് പകരപ്പെടും.
faith that can be imparted on another person is the first sign. നമ്പർ 2, പിറുപിറുക്കത്തില്ല. Second is that we will not murmur. എന്റെ ഭാഷ ഇന്നിപ്പോൾ ഞാൻ രാവിലെയോടെ പ്രവൃത്താണല്ലോ വന്നത്. We have been murmuring even today, Pastor. പിറുപിറുക്കാത്ത വിശ്വാസം. A faith where we do not murmur. അപ്പൊ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം ഇന്നും രാവിലെയും കൂടെ പിറുപിറുത്തേച്ച വന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റാ. Or if we have murmured even today, then our faith inside is bogus. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനത്രേ. I know the one in whom I have believed, and he is able to keep my inheritance till that day. പിറുപിറുക്കുന്നത് വിശ്വാസത്തിന് അഗെയിൻസ്റ്റ് ആണോ? It is against our faith to murmur. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ചിന്തിക്കണം, ഒരു ദിവസവും നിങ്ങൾ പിറുപിറുക്കുവാനിടയാകരുത്. We should not murmur, we should not rebel against God at any point of time. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് അതിനകത്ത് വീടുണ്ടോ? The word says that if we have enough to eat and to wear, that is sufficient. Does this have a house there? അപ്പൊ ഇവിടെ വാടകയ്ക്ക് കിടന്നാലും കുഴപ്പമില്ലെന്ന് അതിന്റെ അർത്ഥം. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി, വീടെന്ന് പറഞ്ഞിട്ടില്ല. Even if we are on rent, it doesn't matter. If we have enough to eat and to clothe, that's enough. Because house is not mentioned there. ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാവുക? How does this murmuring occur? നമ്മളെക്കാൾ ധനവും മാനവും സൗന്ദര്യവും കഴിവും ജോലിയുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന സൂക്കേടാണ്. When we see someone who has more money, more handsome, or more riches, or when we see them, we will have a disease, and that is what is murmur. നമ്മുടെ വാഹനത്തെക്കാൾ നല്ലൊരു വാഹനം വരുമ്പോഴല്ലേ പിറുപിറുക്കുന്നുണ്ട്. When we look at another person's vehicle which is better than us, we may murmur within our heart. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നാലും സംഭവം ഞാൻ സത്യ പറഞ്ഞത്. Even if you are sitting like this, I'm telling you the truth. അപ്പൊ നമ്മൾ താഴെയുള്ളവരെ ചിന്തിക്കണം. We need to look at people who are below us. എടാ വീടില്ലാത്തവൻ ഇവിടെ ഇല്ലേ? There are so many homeless people here. നല്ല വാഹനം ഇല്ലാത്തവർ ഇവിടെ There's so many people who do not have a good vehicle. രണ്ടു പേർക്കും ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഈ നാട്ടിലില്ലേ? There are so many people who have only one person earning an income. നിന്റെ വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടല്ലോ. At least there is at least one person having an income in your home. ഒരു വാഹനമെങ്കിലും ദൈവം തന്നിട്ടില്ലേ? Haven't God given you at least one vehicle? ഒന്നും മുടക്കിയില്ലല്ലോ. You have not. The Lord has not denied you anything. ഈ ദൈവത്തോട് നന്ദി പറയണം. You ought to be grateful to the Lord. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല ഇയ്യോബ്. Even when he lost everything, Job did not commit sin with his lips. നഷ്ടപ്പെട്ടപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. Even when he had lost everything, this man said, my Redeemer lives. അപ്പൊ എന്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് സ്വന്തമാണ്. My Redeemer is my own. ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്നതാണ്. Everything else I will lose. മനസ്സിലായ സ്തോത്രം. Those who understood, we praise the Lord. മനസ്സിലാക്കാൻ കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. Those who have yet to understand, we pray for them. വീണ്ടെടുപ്പുകാരൻ എനിക്ക് സ്വന്തമാണ്. My Redeemer is my own. ഞാൻ ഒരു കാര്യം പറയാം, നീ ദൈവത്തെ കടന്നു പിടിച്ചാൽ ഈ ദൈവം നിന്നെ കൈവിടില്ല. If you take hold of this Lord, he will not let go of you. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. I praise the Lord for those who believe. ഹല്ലേലൂയ. Hallelujah. ഒരു രാജകൊട്ടാരത്തിൽ രാജാവ് വിളംബരം ചെയ്തു. There was a public proclamation from a palace. ഇന്ന സമയത്ത് ഈ കൊട്ടാര സമുച്ചയത്തിന്റെ അകത്തേക്ക് സകല ആളുകൾക്കും വന്നു ചേരാം എന്ന് പറഞ്ഞു. All people can come inside this palace on this day. എല്ലാ ആളുകൾക്കും ഈ കൊട്ടാരത്തിൽ പ്രവേശിക്കാം. Everyone may come inside this palace. ഈ കൊട്ടാരത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് തൊട്ട് സ്വന്തമാക്കാം. All that is in this palace you can touch and you can own it. ആ ഗോൾഡൻ ചാൻസ് വന്നപ്പോൾ ആളുകൾ ഇരച്ചു കയറി. And when that golden chance came, people rushed in. കണ്ടതൊക്കെ തൊട്ട് സ്വന്തമാക്കി. Whatever they touched, they possessed it. കൊട്ടാരത്തിൽ രാജാവ് യാത്ര ചെയ്യുന്ന തേര് കണ്ട് തൊട്ട് സ്വന്തമാക്കി. Someone looked at the chariot and he owned it up. കൊട്ടാരത്തിലെ മനോഹര വസ്തുക്കളെല്ലാം കണ്ടവർ തൊട്ട് സ്വന്തമാക്കി. Oh, there were many who looked at the beautiful things there and they possessed it. എന്നൊരു പാവപ്പെട്ടവൻ വന്ന് രാജാവിനെ തൊട്ടു. And there was a simple man who came and touched the king and said, you are my own. അപ്പൊ രാജാവ് പറഞ്ഞു, നീ ഇവിടെ വരാൻ പറഞ്ഞു. Then the king called him.
നിനക്കാണ് ഈ കൊട്ടാരത്തിലുള്ളതെല്ലാം. All that is in this palace belongs to you now. ആമേൻ. രാജാവിനെ തൊട്ടില്ല ആരും. No one touched the king. അത് തൊട്ടത് ഒരുവനാണ്. Only one man touched the king. അവനെല്ലാം ദൈവം അവനെല്ലാം രാജാവ് കൊടുത്തു. And the king gave everything to him. ഇതുപോലെയാണ് വീണ്ടെടുപ്പുകാരൻ നിനക്ക് സ്വന്തമാകട്ടെ. When your redeemer becomes your own, this is how it happens. ഈ രാജാവ് എന്റെ അവകാശിയാകട്ടെ. Let this king become my inheritance. ഈ ദൈവം എന്റെ സമ്പത്താകട്ടെ. Let this God become my possession. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനേവൻ ഉയർത്തവൻ വാനലോക മതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തായിട്ട് യേശുവാ. Jesus is my possession. അപ്പൊ നിശ്ചയമായിട്ടും ഈ ദൈവം എന്റെ സ്വന്തമാണെന്ന് വിശ്വസിക്കണം. We ought to believe that God is my own. ദൈവത്തെ കിട്ടിയവന് എല്ലാം കിട്ടും. The one who receives God receives everything. ദൈവത്തെ കിട്ടിയവന് എല്ലാം ഈ ലോകത്തിൽ ലഭിക്കും. The one who receives God will receive everything what he needs. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, Without respecting his own son, he gave him so much. അവനോട് കൂടെ സകലതും നമുക്ക് തന്നിരിക്കുകയാണ്. Along with him, he has given us everything. അതുകൊണ്ട് യേശുവിനെ കിട്ടിയാൽ നമുക്കെല്ലാം കിട്ടും. Hence, if we receive Jesus, we receive everything. നമ്മുടെ പ്രശ്നം യേശു നമ്മുടെ കൂടെ ഉണ്ടോ? Our problem is Jesus with us? യോസെഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. The Lord was with Joseph. ദൈവം ഉണ്ടായിരുന്നു. The Lord was with Joseph. നമ്മളിത് പറയുമ്പോ ഏതാണ്ട് ദൈവം ഉണ്ടായിരുന്നു, അതൊന്നും അല്ല കാര്യം. ദൈവം 17 വയസ്സുള്ളവന്റെ കൂടെ ഉണ്ടായിരുന്നു. The Lord was with that 17-year-old boy. നിങ്ങളൊന്ന് പറഞ്ഞ് 17കാരന്റെ കൂടെ ദൈവം The ഉണ്ടായിരുന്നു. Lord was with the 17-year-old. കരങ്ങൾ തട്ടി പറ, 17കാരന്റെ Let's clap കൂടെ hands ദൈവം and say that ഉണ്ടായിരുന്നു. with a 17-year-old, the Lord was with him. Hallelujah. ദൈവം കൂടെ ഉണ്ടായിരുന്നു. The Lord was with him. ആമേൻ. ഞാൻ വേഗം ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We're going to pray for this. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. This very evening of this fasting prayer, the Lord is നിന്റെ speaking to us. വിശ്വാസമാണ് ആമേൻ ആമേൻ കർത്താവ് നോക്കുന്നത്. The Lord looks at your faith. കർത്താവ് അത്ഭുതം ചെയ്യാൻ നേരത്ത് നീ വിശുദ്ധിയുള്ളവനാണോ എന്ന് ചോദിച്ചാണോ അത്ഭുതം ചെയ്തത്? The Lord will look at you, and when he is going to do miracle for you, he will look whether you are holy. കർത്താവ് ഏത് അത്ഭുതം ചെയ്യാൻ നേരവും ആദ്യം ചോദിക്കും, നിനക്ക് വിശ്വാസം? അതെന്തിനാ? Before every miracle, he will ask this question, whether you have faith. വിശുദ്ധി ഉണ്ടോ? അതിന് പ്രസക്തി കുറയരുത്. ഞാനത് പറയുന്ന കാര്യം ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് കാര്യത്തിനകത്തും ദൈവം ചെയ്യണമെങ്കിൽ വിശ്വാസം വേണം. Whether you have holiness, there is no less importance for it, but for anything for God to do, you need to have faith. വിശ്വാസം മാറ്റിവെച്ചാൽ അബ്രഹാമിന്റെ യാഗം കൊലപാതകമാണ്. So if Abraham had set apart his faith, then his sacrifice would have become a murder. അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് നിർവ്യാജ വിശ്വാസമായിരുന്നു. The reason why God was pleased with Abraham's sacrifice is that it was a sincere faith. അബ്രഹാമിന്റെ വിശ്വാസം ആമേൻ നിർവ്യാജമായിരുന്നു. Because Abraham's faith was true faith, a sincere faith. അതിന്റെ തെളിവല്ലേ സ്വന്തം പുത്രനെ യാഗവേദിയിലേക്ക് കയറ്റി കടത്തിയത്? The evidence was there. He
made his own son lie on the pyre for sacrifice. ഒരു തട്ടിപ്പ് വിശ്വാസമായിരുന്നെങ്കിൽ അതേ ചന്തയിൽ പോയി ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തോണ്ട്. If it was a bogus faith, he would have gone to the market and bought a chicken. And അന്നത്തെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു. but what God instructed Abraham, he did exactly that. എന്നാൽ ഇന്നത്തെ അബ്രഹാമിനോട് ആയിരുന്നെങ്കിൽ അത് ചെയ്യൂല. If it was to today's Abraham God spoke, he would not have done it. മകനെ യാഗമാക്കാൻ പറയുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവേ അത് ഭാര്യ ഒന്നും മിണ്ടിയിട്ടില്ല, ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ തന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാവോ? So if God had spoken to Abraham and said that you have to sacrifice your son, he would have given an excuse. I've not talked to my wife yet. Can I bring a goat and make a sacrifice? എന്ത് കാര്യം കേട്ടാലും പിന്നെ ഭാര്യയായിട്ട് ആലോചിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. Because we have to take counsel from our wife for everything. സൗകര്യമാരെല്ലാം പിണങ്ങി പെട്ടെന്ന് ഡിമ്മായി അവര്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ കാര്യവും ഭാര്യയുമായിട്ട് ചിന്തിച്ച് ചെയ്താൽ സംഭവം മാറി. So if everything is discussed with wife and done, then things may be very different. കാരണം ശബ്ദം കേട്ടത് അബ്രഹാമാണ്. Because it was Abraham who heard the voice. അല്ലാതെ സാറയല്ല കേട്ടെ. It was not Sarah who heard the voice. പാവം പിടിച്ച സാറയോട് പറഞ്ഞാൽ സാറയ്ക്ക് ശബ്ദം കേൾക്കാത്തത് കൊണ്ട് അതിനെ കൃത്യമായിട്ട് എടുക്കാനുള്ള ആരോഗ്യമില്ല. If he had discussed this with Sarah, because Sarah did not hear the voice, then she did not have the health to take it in the right sense. ഇപ്പൊ ചെറിയൊരു പരിഹാരം അവിടെ വന്നിട്ടുണ്ട്. കാരണം അവരുടെ മുഖം മാറിയായിരുന്നു. Now people are looking brighter. സാറ ശബ്ദം കേൾക്കാത്തത് കൊണ്ടാ പ്രശ്നം. പാവം പിടിച്ച സാറ ഇത് കേട്ടിട്ടില്ല. Sarah did not hear the voice. She has not എന്നാൽ heard it. ദൈവ ശബ്ദം കേട്ട അബ്രഹാം അതിന് തീരുമാനം ഉയർത്തിപ്പിടിച്ചു. Praise the But Lord. Abraham heard the voice of God and he made his decision upright. ദൈവം പറയുന്ന കാര്യം അതുപോലെ ചെയ്യാനുള്ള തീരുമാനമുണ്ടായിരുന്നു. He took a decision to do it exactly as God had commanded. ഇന്നത്തെ അബ്രഹാമിനോടാണെങ്കിൽ ഇത് പറഞ്ഞാൽ അബ്രഹാം അധികാലത്തിൽ ഒന്നും എഴുന്നേക്കത്തില്ല, ഒരു 9:30 എഴുന്നേക്കും. So if today's Abraham is instructed, he will not get up early in the morning, he will get up at 9:30. കാരണം മകന്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ തോന്നുകയില്ല. So when we think about the son, you won't feel like getting up so early. കാലുകൾക്ക് വേഗത കുറയും. Because your legs will be more heavy. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാം കേട്ടത് ദൈവശബ്ദമാണ്. ആമേൻ. ദൈവം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. അബ്രഹാം ആമേൻ കുഞ്ഞുമായി ഈ ഇസ്ഹാക്കുമായി യാഗവേദിയിലേക്ക് നീങ്ങുകയാണ്. Abraham was very clear that the voice he heard was the voice of God and he is going to obey God, and he took his child and നിന്റെ he took വിശ്വാസം നിർവ്യാജമായിരിക്കണം. Your faith has to be sincere. അങ്ങനെ അബ്രഹാം ഈസാക്കുമായി പോകുന്ന ആ യാത്രയൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യണം. യാഗവേദിയിലെത്തിയപ്പോൾ ഇന്നത്തെ അബ്രഹാം ആണെങ്കിൽ ഒന്നുകൂടെ മുട്ടുകുത്തി ചോദിക്കും, കർത്താവേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. We have to imagine that situation when Abraham walked with his son. If it is today's Abraham, he would have just knelt down once more and said, Lord, I have arrived here. ഞാനിപ്പോ യാഗപീഠം പണിയാൻ പോവുകയാണ്. I'm going to build the altar here. ഞാനിപ്പോ കത്തി എടുക്കും. I'm going to take the knife here. കർത്താവിനെ പഠിപ്പിക്കുന്ന കത്തി എടുക്കും. He might be telling God that I'm going അർത്ഥം to എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്നാ. it means വേണ്ടെന്ന് കർത്താവ് പറഞ്ഞ സന്തോഷം. can we make an adjustment? ഞാൻ കത്തി എടുക്കും എന്നൊക്കെ പറയും. So he will threaten God saying that I'm going to take the knife. എന്നാൽ ഈ അബ്രഹാം ഉണ്ടല്ലോ ഒരു സങ്കോചവും കൂടാതെ, Without any hesitation, this Abraham. ഒരു സങ്കോചവും കൂടാതെ, Without any hesitation, Abraham. തന്റെ ഏകജാതനായ മകനെ യാഗവേദിയിൽ കയറ്റി കടത്തുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണണം. You need to imagine the situation when God his only son over onto the altar. ആ യാഗവേദിയിൽ അബ്രഹാം തന്റെ മകനെ യാഗം ചെയ്യുന്ന വേളയിൽ ആ കത്തി ഉയർത്തുന്ന വേളയിൽ അവൻ ദൈവത്തോട് ചോദിക്കാനൊന്നും പോയില്ല. The moment when Abraham raised that knife to sacrifice his son, he did not seek God's counsel at that moment. ആ എടുക്കുന്ന കത്തിയുടെ വേഗതയും വെട്ടാൻ പോകുന്നതൊക്കെ മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് സംഭവിക്കാൻ പോവുകയാണ്. And it was going to happen in minutes and happen in seconds. Very fast he was going to kill his son. ഇന്നത്തെ അബ്രഹാം ആണെങ്കിൽ കത്തി എടുത്ത് ഉയർത്തിയിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ദൈവമേ ഞാനിപ്പോൾ വെട്ടാൻ പോവുകയാണ്. Oh, if it is today's Abraham, he would have raised the knife and he would have prayed, Lord, I am going ഹല്ലേലൂയ. to cut my son now. കർത്താവ് പെട്ടെന്ന് ഒരു വിളി വിളിച്ചു. Immediately the Lord called. ഇരട്ട വിളി എന്നതിന്റെ പേര്. It was a double call.
അഥവാ ഒരു വിളിച്ചിട്ട് ഈ മഠം കേട്ടില്ലെങ്കിൽ ഇവൻ കത്തിവെക്കും. In case if he didn't hear with that one voice, then this knife will strike the son. ഇന്നത്തെ അബ്രഹാമിനെ അങ്ങനെയൊന്നും വിളിക്കണ്ട. Today's Abraham need not be called like that. ഹലോ എന്ന് പറഞ്ഞാൽ മതി. Hello is enough. പുള്ളി കത്തി ചാടി താഴെ പോകും. കാരണം പുള്ളിക്കാരൻ സന്തോഷമാണ്. കാരണം The കത്തിയുടെ knife will immediately വലിയ go down. because വിടുതലായെന്ന് he's very പറയും. happy because this is a big deliverance. എന്നാൽ ഈ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. And God tested Abraham. അവനെ 2 വിളി വിളിച്ചു. 2 times God called him. ആദ്യത്തെ വിളി മിസ്സായാൽ കത്തി നിശ്ചയമായി കഴുത്തിൽ വീഴും. If the first call is missed, surely the knife will be on the lad's neck. അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. Abraham, Abraham, do not lay your hand over the son, over the child. ഓ എന്ത് വലിയ വചനം ഗ്രഹിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. Praise the Lord for those who understand ഇന്ന് the രാത്രി scripture. പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിർവ്യാജത്തോടെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. Tonight the Holy Spirit says that if you sincerely seek the Lord, He will care for you and prepare for you. ആമേൻ. വിശ്വാസം നിർവ്യാജമായിരിക്കണം. Your faith ought to be sincere. നീ നിന്റെ ഏകജാതനായ മകനെ തരുവാനായി മടിക്കൈകയാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. Because you did not hesitate to give your only son, I am going to bless you abundantly. ഈ അനുഗ്രഹം എന്ന് പറയുന്നതിനകത്ത് ഒരു ഐശ്വര്യവും കൂടെ വേണം. There should be a blessing as well as an abundant blessing. ഞാൻ പറയുന്ന വേർഡ് ശ്രദ്ധിക്കണം. യാഗത്തിന്റെ പിന്നിൽ ഐശ്വര്യം ഉണ്ട്. There was an abundance behind the sacrifice. ഒന്നുകൂടെ പറയുന്നു, യാഗത്തിന്റെ പിന്നിൽ ഐശ്വര്യമുണ്ട്. There was an abundance behind the sacrifice. ഒരുവൻ കറക്റ്റായിട്ട് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആ പിന്നിൽ ഒരു ഐശ്വര്യം വെളിപ്പെട്ടു വരും. If a person truly worship God, there will be an abundance that is ചില going to വീട്ടിൽ be. ചെന്നാൽ ചാണകം മെഴുകിയ തറയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നല്ലോ, അവിടെ ചെന്നാലും ഒരു ഐശ്വര്യം ഉണ്ട്. In olden days, when we used to go to certain homes where the floor was of mud, even then there used to be an abundance. അതെല്ലാം ആരാധനയുടെ തലങ്ങളാണ്. Oh, these are the realms of worship. ഞാൻ ദൈവസനിൽ നിന്നും പറയുകയാണ്, പിറുപിറുക്കാതെ നീ ദൈവത്തെ ആരാധിക്കണം. Without murmuring, you worship God. പണ്ട് 2 കഴുതകളെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടിയ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. I've heard a history when 2 donkeys were tied in a ground. പുല്ല് മേയുന്ന ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി 2 കഴുതയെ നിർത്തി. It was a meadow and these donkeys were tied in that meadow. അതിന്റെ ആ 2 കഴുതയെ, ഒരു കഴുതയെ തൊട്ടിപ്പുറയും മറ്റേ കഴുതയെ മറ്റേ ഗ്രൗണ്ടിലും. ഈ ഗ്രൗണ്ടിന്റെ ഇടയിൽ ഒരു നെറ്റ് കെട്ടി ഈ ഗ്രൗണ്ട് തിരിച്ചു കൊടുത്തു. There was the one donkey on one side and the another side, and there was a net in between. ഈ കഴുതയോട് പറഞ്ഞു, നീ ഈ ലെഫ്റ്റ് സൈഡിലെ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു, പുല്ല് തിന്നാൻ. And to one donkey it was said, you stay in the left and eat from there. ആ ഗ്രൗണ്ടിലേക്ക് പോകരുത്, അത് ആ കഴുതയുടെയാന്ന് പറഞ്ഞു. Don't go to that ground, that belongs to the other donkey. അപ്പോ ഈ കഴുത പതുക്കെ ഈ നെറ്റിന്റെ അടുക്ക ചെന്നു. Slowly that donkey went close to the net. ആ നെറ്റ് പുള്ളി തുളച്ചു. And then he pierced that net. അവിടെ നിന്ന് മറ്റേ ഗ്രൗണ്ടിൽ നിന്ന് From the other ground he started eating. പിറുപിറുക്കാതെ കാര്യങ്ങൾ ചെയ്യും. You have to do things without murmuring. ഇത്രയും പുള്ളിക്ക് കൊടുത്തേച്ച് പുള്ളിക്ക് തൃപ്തിയില്ല. Despite so much was given, he was not happy. പുള്ളിക്ക് ഈ തുളയ്ക്കേണ്ട കാര്യമുണ്ടോ? So why did he have to pierce that net? എന്നിട്ട് കഴുത്ത് അതിനകത്ത് ഇട്ടേച്ച് വിഷമിച്ച് ഈ പുല്ല് തിന്നുക. So with much difficulty he had put his neck inside and then he was eating that grass. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ സ്വഭാവം അങ്ങനെയാണോ എന്ന് സംശയിക്കണം. You have to doubt whether your behavior is like that. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. You need to be content with what you have. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. Or you need to be content with what you have. അതിനപ്പുറത്തൊന്നും വരരുത്. Beyond that, nothing should be there. Praise the Lord. Praise the Lord. നീ തൃപ്തിപ്പെട്ട് സ്തോത്രം ചെയ്യുക. You have to praise the Lord being content. ചില ആൾക്കാരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് തൃപ്തിയില്ല. Some people's face shows discontentment. ആഹാരം കഴിക്കുമ്പോൾ തൃപ്തിയില്ല. They are not happy when they eat food. വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ തൃപ്തിയില്ല. When they are sleeping, they are not happy. ഉള്ള വണ്ടിയെ കയറി യാത്ര ചെയ്താൽ തൃപ്തിയില്ല. When they are traveling in the vehicle, they are not happy. എല്ലാ കുറ്റമാണ്. Everything they find a fault. ഭാര്യയിൽ കുറ്റമാണ്. They find a fault in their wife. പിള്ളേരിലും കുറ്റമാണ്. In children, they find a fault. പുള്ളി റഫറിയാ. And he is a referee. ഭാര്യയുടെ അടുത്ത് ഊതും. He will whistle at his wife. ഭാര്യ എന്ത് കാണിച്ചാലും വിസിലുമായിട്ട് നടക്കുക. Whatever the wife does, he will walk around with a whistle. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. No need to raise your hands, just pray. നമ്മൾ റഫറി ആകരുത് കേട്ടോ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം
സഹിക്കണം. Don't become a referee. You have to forbear everything. അല്ലാതെ കുടുംബജീവിതം ഒന്നും വിജയിക്കുക. Otherwise, your family life will not be നാളെ victorious. പറഞ്ഞു ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. Someone said that I married this girl, lady, that's why I become like this. പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ കെട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി. And she said, because I married this guy, I become like this. ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ You should not keep ദൈവം saying this. തന്ന ഒരു ഫാമിലി. The Lord has given a family to us. വെറുതെ കർത്താവിനെ സേവിച്ച് നീ മുന്നേറുക. Without murmuring, you serve the Lord and go ahead. ദൈവം നിനക്ക് എല്ലാം തരാൻ The വിശ്വസ്തനാണ്. Lord is faithful and He will give everything. നിർവ്യാജ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ് ഒന്ന്, അത് പകരും. This is an evident sign. First is രണ്ട്, that it അത് will be imparted. പിറുപിറുക്കത്തില്ല. There will be no murmur. മൂന്ന്, കഷ്ടം സഹിക്കും. He will bear affliction. ഇന്നിപ്പോ കഷ്ടത വരുമ്പോ അത് വേണ്ട. People will not reject when it says suffering comes. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയെയും സത്യത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കണം. Our suffering will bring forth patience, and the patience will bring perfection, and perfection will bring hope in us. ആധുനികതയുടെ പ്രസരിപ്പിൽ ഇന്ന് പെന്തക്കോസ്തിന്റെ ഉപദേശങ്ങൾ സത്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഉപദേശ ഗുരുതരമായ വീഴ്ചയുള്ള ഉപദേശങ്ങൾക്ക് മുൻപിൽ വിശുദ്ധിയോടെ ആത്മാവിൽ ഞാൻ പറയുന്നു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടാകും. Even in the midst of these prosperity doctrines that is overturning the truth of the Pentecostal faith, I want to tell you, in this world you will have tribulation. അതിന്റെ നടുവിലാണ് നിനക്ക് കിരീടം ദൈവം വെച്ചിരിക്കുന്നത്. In the midst of the law that the Lord has prepared a crown for you. എല്ലാ സന്തോഷമായി ഭൂമിയിൽ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. Everything going well is not Christian life. കഷ്ടതയിലും കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് നീ അറിയണം. Even in your suffering, you need to know that you have a God who will not let go of you. കഷ്ടത വരുമ്പോൾ ദൈവത്തെ തള്ളി പറയരുത്. Praise the Lord. You should not abandon your God in your suffering. ആമേൻ. ഞാൻ ആ വാക്ക് പറയുകയാണ്. കഷ്ടം സഹിക്കും. നിർവ്യാജ വിശ്വാസം കഷ്ടം സഹിക്കാൻ പ്രാപ്തിയുള്ളതാണ്. A sincere faith is able to bear suffering. അടുത്തത് നിർവ്യാജ വിശ്വാസമാണ് എങ്കിൽ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കില്ല. Next, if you have a sincere faith, you will not be ashamed of the gospel. ചില ആൾക്കാർക്ക് ഭയങ്കര ലജ്ജയാണ്. Many people are ashamed of the gospel. ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് പൊതിഞ്ഞോണ്ടാ ബൈബിൾ ആരാധനയ്ക്ക് കൊണ്ടിരുന്നത്. So for a season, people used to cover the Bible in plastic cover and go to worship. അവരറിയാതെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, നാണമാണ് ഇത് ചുമക്കാൻ. They are ashamed of carrying the Bible. എന്നാൽ ഒരു ആശാരി ഉപദേശി എന്ന് പറയുന്ന ഒരു പഴയ മനുഷ്യൻ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. But there was an evangelist called Ashari Upadeshi in Kerala. ഇദ്ദേഹം ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്നപ്പോ, When he went to America for the first time, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ when he came out of the flight, വലിയൊരു ബൈബിള് തലേ വെച്ചു. he kept a big Bible on his head. അപ്പൊ സാഹിബ് ചോദിച്ചു, ഇതെന്താ ഇടപാട്? And the Americans asked, what is this? പറഞ്ഞു, ഇതെന്റെ അഭിമാനമാണ്. And this is my honor. ഈ പുസ്തകം എന്നെ ഇവിടെ എത്തിച്ചത്. It is this book that brought me here. പിന്നെ തലയിലല്ലാതെ പിന്നെ എന്റെ സാഹിബ് ഇത് എവിടെ വെക്കും? So where shall I keep it? I shall keep it on my head. നമ്മുടെ ആളുകൾക്ക് ഇത് ചുമക്കാൻ തന്നെ നാണമാണ്. So we people are so ashamed of carrying it itself. ഞാൻ പറയാം, നീ ഇത് ഇത് ചുമന്നുകൊണ്ട് നടന്ന അതിന് ഒരു പ്രതിഫലമുണ്ട്. If you carry this, you will have a reward for this. ഇത് ചുമക്കുന്നവരെ ഇത് ചുമക്കാൻ തയ്യാറാണ്. Amen. The one who carry this is able to ഈ carry him. പുസ്തകം എടുത്ത് ഉയർത്തുന്നവനെ ദൈവം ഉയർത്താൻ The one തയ്യാറാണ്. who is able to lift this book, the Lord is able to raise him up. ഈ ബൈബിൾ എടുത്തവരാരും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. No one who lifted this Bible are lost in this world. ഇന്ന് രാത്രി കർത്താവിന്റെ വരവെടുത്തിരിക്കുകയാണ്. ഈ പുസ്തകം നീ ചുമക്കാൻ തയ്യാറായാൽ ഇത് നിനക്ക് നിത്യത കൊണ്ട് എത്തിക്കുന്ന Tonight the സംഭവമാണ്. Lord's coming is very near, and if you are willing to carry this book, it will take you to the eternity. ആമേൻ. ലജ്ജിക്കാതെ നീ കർത്താവിന്റെ സാക്ഷിയാകണം. You should not be ashamed to be a witness for the Lord. ഞാൻ നാട്ടിൽ ഈ പരിശോധനയൊക്കെ വിളിക്കുമ്പോൾ ചില സഹോദരന്മാർ പറയും, പാസ്റ്റർ ഇന്ന് എനിക്കൊരു ഒത്തിരി തിരക്കുണ്ട്. So when I call people to come for open air meetings, many brothers will say, Pastor, I'm a bit busy today. രാവിലെ പുനലൂരിൽ നിന്ന് അച്ചായനും പിന്നെ അങ്കിള് വിളിച്ചിട്ടുണ്ട്. അങ്കിള് കുടുംബമായിട്ട് വീട്ടിലോട്ട് വരും, അതുകൊണ്ട് ഇവിടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. This morning an uncle from Punalur is coming to my home, so I have to be at home. I'm sorry I can't join you today. ഒരളിയനും പുല്ലൂരിൽ നിന്ന് വരുന്നില്ല. Nobody is really coming.
പുള്ളിക്കാരന് നാണമായിട്ടാ പറഞ്ഞത്. because he's a bit shy. That's എന്നാൽ ആ why he's- വിശ്വാസം നിർവ്യാജമാണെങ്കിൽ But if the faith is sincere, അളിയനും അമ്മാവനും വന്നാലും ഇവൻ പരിശോധന വരും. even if uncle or brother-in-law comes, he will still come. for പരിശോധന prayer. വന്ന 10 ഗ്ലോറി പറഞ്ഞ് അല്ലേലിയ പറഞ്ഞ് അവിടെ നിന്ന് ഓടിയാച്ച് അവൻ പോകത്തുള്ളൂ. Only after saying glory, hallelujah, and running there, he will go back. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I'm not ashamed of the gospel. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I am not ashamed of the gospel. ലജ്ജിക്കാതെ സാക്ഷിയാകാൻ ഇന്ന് രാത്രി നീ തയ്യാറാകണം. Without being ashamed, be ready to be a witness. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമായി. Tonight it's time for me to pray for you. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, The Holy Spirit declares tonight, ശുദ്ധ ഹൃദയം, with a pure heart, നല്ല മനസാക്ഷി, with a pure നിർവ്യാജ conscience, with a വിശ്വാസം sincere faith, എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. yes, love that comes out through this. അപ്പൊ ഞാൻ എത്ര കാര്യ പറഞ്ഞേ? What did I tell? What all the things that I say? 4 കാര്യം പറഞ്ഞു അല്ലേ? 4 things I said. ആമീൻ. നിർവ്യാജ വിശ്വാസമാണെന്ന് തെളിയിക്കപ്പെടുന്നു. What proves that it's a sincere faith? 1, ഇത് പകരപ്പെടും. It will be imparted. 2, പെറുപിറുക്കത്തില്ല. There will be no murmuring. 3, ആമീൻ സ്തോത്രം, കഷ്ടം സഹിക്കും. It bears suffering. 4, സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കില്ല. Will not be ashamed of the gospel. നമ്പർ 5, If കൃത്യമായി ഫലം കൊടുക്കും. it will give an fruit at the right time. അതിന്റെ അർത്ഥം ഡ്യൂപ്ലിക്കേറ്റ് അല്ല. It's not a duplicate fruit. കാരണം ഒരു തൈ നട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഫലം ഉണ്ടാവുകയല്ല. If you plant a sapling, if it's അപ്പൊ a ശരിയായ duplicate ഒരു one, there will be no വിശുദ്ധനാണെങ്കിൽ fruit. ദൈവത്തിന്റെ കുഞ്ഞ്, ആമീൻ, ഈ ദൈവ കുഞ്ഞാണെങ്കിൽ അതിന് ഫലമുണ്ട്. If it is a sincere faith, if it's a child of God, there will be a true fruit. ആനയുടെ കുഞ്ഞ് ആനക്കുഞ്ഞ്, The kid of an elephant is an elephant. അല്ലേ? കുരങ്ങന്റെ കുഞ്ഞ് കുരങ്ങ കുഞ്ഞ്. The kid of the monkey will be a monkey, ദൈവത്തിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞ്. and God's child will be a godly child. ദൈവത്തിന്റെ സ്വഭാവം അവനിലുണ്ട്. He will have God's character. നീ ആ ഫലം കായ്ക്കണം. You have to bear that fruit. ചില ആളുകള് ഒരു ഫലവും ഇല്ല സഭയില്. For many people, they bear no fruit. അവർ ഈ ഫാന്റെ കാറ്റ് കൊള്ളാനും AC കൊള്ളാനും ഒക്കെ ആയിട്ട് സഭായോഗത്തിന് വരിക. They just come to the church meetings just to get fan or air conditioner. കസേരയിൽ ഇരുന്ന് ഇവര് വർഷങ്ങൾ കഴിയുക. It's been years since they've been sitting in the chair. കുറെ ചോറ് തിന്ന് മരിക്കാനാണോ വിളിച്ചേ? Are we called just to eat some food and die? കുറെ ബിരിയാണി കഴിച്ച് മരിക്കാനല്ല വിളിച്ചത്. We have not been called to just eat biryani and die. ജീവിച്ച് സ്വർഗത്തിൽ പോകണം. We have been called to live and go ജീവിച്ച് into heaven. സ്വർഗരാജ്യത്തിൽ പോകാൻ അധികം We are വിളിച്ചത്. called to go into heaven. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം We പറഞ്ഞാട്ടെ. praise the ഹല്ലേലൂയ. Lord for those who believe tonight. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകണം. If you die tonight, we ought to go to heaven. 100 വർഷം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒരെണ്ണം ഇതിനകത്ത് ഉണ്ടാവില്ല. After 100 years, none of us shall be here. എല്ലാവരും പേടിച്ചു. ഞാൻ പറഞ്ഞ സത്യല്ലേ? I'm telling you the truth. 100 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരുമില്ല. After 100 years, none of us will be here. അവ എങ്ങോട്ട് പോയി? Where did we go ചില then? ആൾക്കാർ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പാസ്റ്റർ പിന്നെ നാട്ടിൽ നിന്ന് വന്നു, പുള്ളി ഒരു പ്രസംഗം പ്രസംഗിച്ചു, ഞങ്ങളും വന്ന് കൂടി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. Pastor came from Kerala, he preached. We ഈ also മരണ came, വീട്ടിൽ it ഞാൻ will all ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ മരണ വീട്ടിൽ സാറേ, in funeral homes, people speak. മരണ വീട്ടിൽ നമ്മൾ അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ചില ആൾക്കാർ ഇങ്ങനെ വരുന്നത് ഞാൻ ശ്രദ്ധിക്കും. I've paid attention. People come from somewhere, എന്നിട്ട് അവർ ഈ and തോർത്തൊക്കെ ഇറക്കി ഇങ്ങനെ so they would have smoked outside, and they will come inside, and they will just have a look. അത് കാണിച്ചു പുള്ളി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഭാഷ, ശരീരഭാഷ. അച്ഛനൊരു അബദ്ധം പറ്റി, എനിക്ക് ഒരു കുഴപ്പവും. From their body language, we understand that the dead person had committed a mistake. ഞാൻ പറഞ്ഞ For me, സത്യം. nothing will happen. ഈ കിടക്കുന്ന അച്ഛനൊരു അബദ്ധം പറ്റി, പുള്ളി പാവ വണ്ടി ഓടിച്ച് ഉറങ്ങിപ്പോയതായിരിക്കും. നമുക്കൊരു പ്രശ്നവും. So this man committed a mistake, so he has probably died, but we will have no problem. ഒരു ഹൈന്ദവ ഭാഷയിൽ ഇങ്ങനെ ചൊല്ലുണ്ട്, എൻ്റെ ഇടത്ത് നിൽക്കുന്നവൻ മരിക്കും, എൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ മരിക്കും, എൻ്റെ പുറകിൽ നിൽക്കുന്നവൻ മരിക്കും, എൻ്റെ സൈഡിൽ നിൽക്കുന്നവൻ മരിക്കും, ഞാൻ മരിക്കില്ല. There is a proverb in the Hindu philosophy, and they say the one on my right, one on my left, one in the front, and one on my back will die, but I won't die. എല്ലാവരും ഓർത്തോണം, മരണമുണ്ട്. You all need to know that there is death.
ഇവിടുത്തെ ഈ ഇടപാടൊക്കെ അങ്ങ് തീരും. All that we do here will be over one day. എപ്പോഴാ പോകുന്നെന്ന് അറിയത്തില്ല. We do not know when we will go back. എപ്പോഴും നീ ഒരുങ്ങിയിരിക്കണം. We ought to be prepared at all times ഒരു യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യും. to face this reality. സ്തോത്രം. Hallelujah. പച്ച പുല്ല് തിന്നുന്ന പശുവിന് വെളുത്ത പാല് രഹസ്യം നിനക്കറിയാമോ? You know what is the secret that the cow that eats green grass bears white milk? വെളുത്ത ചോറ് കഴിക്കുന്ന മനുഷ്യന് ചുവന്ന ചോര രഹസ്യം അറിയാമോ? Do you know the secret why the man who eats the white rice has red blood? ഇതൊക്കെ ചിന്തിച്ച പിടികിട്ടുകയില്ല. We can't understand this. ഈ ലോകം ഈ പ്രപഞ്ചം നോക്ക ഒരു സൃഷ്ടാവ് നമുക്ക് വേണ്ടിയുണ്ട്. We have a creator who has created the entire universe. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ തീരുമാനമെടുക്കണം. ഇനി ഞാൻ ജീവിച്ചാൽ എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കണം. In this fasting prayer, you need to take a decision. If I live, I will live for my Lord Jesus Christ. ഇവിടുത്തെ ഒന്നും ആമേൻ വലുതായി നീ കാണരുത്. നിത്യത നീ വലുതായി Do കാണണം. not look at anything in this world as big or great. You look at eternity as great. ഇതിനപ്പുറത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. Beyond this, there is a great reality. അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ചോണേ. Hence, you ought to obey the commandments of the Lord. രക്ഷിക്കപ്പെട്ടോണേ. You ought to be saved. ഈ ലോകം നിന്നെ കൊണ്ടേ നശിപ്പിക്കുവേ. This world will destroy you. ഈ പുസ്തകം മാർവോട് ചേർത്ത് വെച്ച് നീ സ്തോത്രം പറയണം. You ought to keep this book close to your heart and say, praise the Lord. ഇത്ര വലിയ രക്ഷയെ നീ അങ്ങനെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? If you neglect such a great salvation, then you will fail. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ സമയമായിട്ട് നീ മാറി നിൽക്കരുത്. വെള്ളത്തിലിറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം ചെയ്യണം. If it is time for you to obey the commandment of the Lord, you should not hesitate. Go down into the waters in the name of the Father, Son, and the Holy Spirit. Receive the baptism. സ്നാനത്തിലൂടെ നീ കർത്താവിനെ സ്വീകരിക്കണം. Through baptism, you receive the Lord. കർത്താവിനോട് ചേരുവാൻ ഈ സ്നാനം ആവശ്യമാണ്. This baptism is essential for you to join with the Lord. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ സ്തോത്രം പറയട്ടെ. Those who believe, praise the Lord. നീ ഫലമുള്ളവരായിരിക്കണം. You must bear the right fruit. പണ്ടൊക്കെ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഗുജറാത്തിലൊക്കെ മീറ്റിംഗിന് ചെല്ലുമ്പോ When I used to go for meetings in മീറ്റിംഗ് Gujarat, കഴിഞ്ഞ് ആഹാരം കഴിച്ച് കഴിയുമ്പോ after the food was given, അന്നത്തെ ഒരു സ്റ്റൈല് ഈ ഫ്രൂട്ട്സ് ഒക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കും. so fruits used to be kept on the table. ഫാസ്റ്റ് ഇഷ്ടമുള്ള എടുക്കാൻ പറയും. Pastor, whichever you want, you may take. എനിക്കൊരു ടെൻഷൻ വരും, ഇത് ഏതെടുക്കണോ. Then I'll have a tension which one to pick up. അപ്പൊ ഞാനൊരു മുന്തിരിക്ക കയറി പിടിച്ചു. So I caught hold of a grape. അപ്പൊ അവിടുത്തുകാരുടെ പ്രത്യേകതയുണ്ട്, ഇതിനിടയിൽ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കളയും. So they keep duplicate things in between. അതിങ്ങനെ തിളങ്ങുക. And it was so shiny like. എന്നിട്ട് അവർ ഫോട്ടോ എടുക്കും. And they'll take a picture. നമ്മുടെ കൈ വരുന്നതനുസരിച്ച് അവർ ഫോട്ടോ ആയിട്ട് നിൽക്കുകയാണ്. And they are there to take the picture. എന്നിട്ട് ചിരിക്കാൻ വേണ്ടിയാ, പിന്നീട് കണ്ട് ചിരിക്കും അവര്. They'll look at it and laugh at it. ഞാനിങ്ങനെ എന്റെ പൊന്നു മോനെ ഇങ്ങനെ ഓരിങ്ങ എടുക്കുകയല്ല, ഇവര് ക്ലിക്ക്. And as soon as I picked up the duplicate grape, they clicked it. എന്നിട്ട് അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കളിപ്പിച്ചെന്ന് പറഞ്ഞു. Oh, we really cheated you, Pastor. അപ്പൊ ഇരിപ്പ് കണ്ടാൽ എല്ലാം ഓക്കെയാ. By look, it looks very good, രുചിക്കാൻ കൊള്ളൂല. but not good to taste. ഈ സഭയ്ക്കകത്തുണ്ടോ? ഇരിപ്പ് കണ്ട എന്നാ ഇരിപ്പാന്നറിയാവും. Oh, by a look, we look so good. അന്യഭാഷ കേട്ടാൽ രക്ഷയില്ല. Oh, we speak in tongues like anything, ഒരു ഗുണവും ഇല്ല. but no good. കാരണം ഒരു സഭയ്ക്കും ഇല്ല, പാസ്റ്റർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, വീട്ടുകാർക്കും ഇല്ല. No good for the church, no good for the ദൈവ pastor, no സഭയ്ക്കില്ല. good for the family, no good for the community. ജീവിക്കുന്നെങ്കിൽ നീ ഫലമുള്ളവനാകണം. We have to bring forth the fruit if we ഈ are alive. ഫലം കൊടുക്കാൻ We തയ്യാറാകണം. must be willing to bear